ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് ഫ്രൂട്ട് കസ്റ്റാർഡാണ് തയ്യാറാക്കുന്നത്. ഈ ചൂട് കാലത്ത് നോമ്പിനുമൊക്കെ വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്കിത് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായി 1/2 ലിറ്ററിൻ്റെ ഒരു പാക്കറ്റ് പാലാണ് എടുത്തിട്ടുള്ളത്. അത് ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി അത് സ്റ്റൗവിലേക്ക് വെച്ചതിന് ശേഷം ഫ്ലെയിം ഒന്ന് കത്തിച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള 1/2 കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. അത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പഞ്ചസാര എല്ലാം നന്നായിട്ടൊന്ന് മെൽറ്റായി പാലെല്ലാം നന്നായിട്ടൊന്ന് തിളച്ച് വരുന്നതുവരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. കൈ എടുക്കാതെ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ ഇത് അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട്. പാലെല്ലാം തിളച്ച് വരുന്നുണ്ട്. പാല് നന്നായിട്ട് ഒന്ന് തിളച്ച് വന്നതിന് ശേഷം നമുക്കിനി ചേർത്ത് കൊടുക്കേണ്ടത് കസ്റ്റാർഡ് പൗഡറാണ്. കസ്റ്റാർഡ് പൗഡർ മിക്സ് ചെയ്യാനാണ് ഞാനിവിടെ 1/4 കപ്പ് പാലെടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കസ്റ്റാർഡിൻ്റെ പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത്. വാനില ഫ്ലേവറിൻ്റെ കസ്റ്റാർഡ് പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് ഒട്ടും കട്ടയില്ലാതെ തന്നെ നന്നായിട്ട് നമുക്ക് ആ പാലിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കസ്റ്റാർഡ് മിക്സ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് പാലിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കണം. തിളച്ച് വന്നിട്ടുള്ള പാലിലേക്ക് ഈ കസ്റ്റാർഡിൻ്റെ മിക്സ് കുറച്ച് വീതം ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. കസ്റ്റാർഡിൻ്റെ മിക്സ് ചേർക്കുമ്പോൾ കൈ വിടാതെ തന്നെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ ഇത് അടിയിൽ പിടിക്കും. കട്ട കെട്ടാതെ നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം. കസ്റ്റാർഡ് പൗഡറിൻ്റെ റോ ടേസ്റ്റൊക്കെ ഒന്ന് മാറി വരുന്നതിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. കസ്റ്റാർഡ് പൗഡറെല്ലാം നന്നായിട്ടൊന്ന് കുക്കായി വന്നിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ കൺസിസ്റ്റൻസി. ഒരുപാടങ്ങ് തിക്കാവാൻ പാടില്ല, ഇതുപോലെ വേണം ഇരിക്കാനായി. കസ്റ്റാർഡിൻ്റെ മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഇത് നന്നായിട്ട് റൂം ടെമ്പറേച്ചറിൽ വെച്ച് നന്നായിട്ടൊന്ന് തണുത്തതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കണം. ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തന്നെ തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഫ്രൂട്ട്സുകൾ ചേർത്ത് കൊടുക്കാം. ആദ്യം ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് 1/4 കപ്പ് മാതളമാണ്. അതും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അടുത്തതായി ചേർത്ത് കൊടുക്കുന്നത് 1/4 കപ്പ് നേന്ത്രപ്പഴം ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അതും കൂടെ ചേർത്ത് കൊടുക്കണം. 1/4 കപ്പ് ആപ്പിളും കൂടെ എടുത്തിട്ടുണ്ട്. അതും കൂടെ ചേർത്ത് കൊടുക്കാം. അടുത്ത് ചേർത്ത് കൊടുക്കുന്നത് 1/4 കപ്പ് പച്ചമുന്തിരിയാണ്. അതും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഏത് ഫ്രൂട്ട്സാണുള്ളത് അത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. പുളി ഇല്ലാത്ത ഫ്രൂട്ട്സ് വേണം ഇതിൽ ചേർത്ത് കൊടുക്കാനായിട്ട്. 1/4 കപ്പ് കറുത്ത മുന്തിരിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുരു ഇല്ലാത്ത മുന്തിരി വേണം ഇതിന് വേണ്ടി എടുക്കാനായിട്ട്. ഫ്രൂട്ട്സുകൾ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നിങ്ങളുടെ കയ്യിൽ നട്ട്സ് ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ നട്ട്സ് ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല, ഫ്രൂട്ട്സ് മാത്രമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എല്ലാം കൂടെ നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഫ്രൂട്ട് കസ്റ്റാർഡ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ പുറത്തായിട്ട് കുറച്ച് ഗാർണിഷിങ്ങിനായി കുറച്ച് മാതളവും കുറച്ച് മുന്തിരിയും കൂടെ വെച്ച് ഒന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കാം. വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്കത് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. നല്ല ടേസ്റ്റുമാണ്. എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം. മധുരം ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഇത് ഇഷ്ടമാവും. ഈ നോമ്പ് കാലത്തും ചൂടിനുമെല്ലാം കുടിക്കാൻ പറ്റിയ നല്ലൊരു
റെസിപ്പിയാണിത്. എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. അതുപോലെ ഈ വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണേ.